ഭൂമിയുടെ പ്രായത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം പ്രായം ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകുന്നതിനും മുൻപുണ്ടായത്, ഹിമാലയങ്ങൾക്കും മുൻപുണ്ടായത്, ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ പർവ്വതനിരകൾ. പറഞ്ഞു വന്നത് ആരവല്ലി പർവ്വതനിരകളെ പറ്റിയാണ്. ഇന്ന് ആ ആരവല്ലി പർവ്വതനിരകൾ നമ്മുടെ കോടതി മുറികളിൽ വിധിയെഴുത്ത് കാത്തു കിടക്കുകയാണ്. ആരവല്ലി ബച്ചാവോ മൂവ്മെൻറ്റ് ഇന്ത്യയിലൊട്ടാകെ ഫയറായി പടരുന്നു. എന്താണ് ഈ വിഷയം? എന്താണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇത്ര പ്രോബ്ലം ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം? ഇതിൻ്റെ ലീഗൽ ബാറ്റിലിൻ്റെ നാൾ വഴികൾ എന്തെല്ലാം? ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മളൊന്ന് പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്രൈസിസ് ആയ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് ആദ്യം പറയേണ്ടത് ആരവല്ലി പർവ്വതനിരകളുടെ ഒരു പഴക്കത്തിനെ പറ്റിയാണ്. ഏതാണ്ട് 200 കോടി വർഷം പഴക്കം ചെന്നാണ് ആരവല്ലി പർവ്വതനിരകൾ. ഭൂമിക്ക് ഏതാണ്ട് 450 കോടി വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഗോണ്ട്വാന എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു. എല്ലാ കരപ്രദേശങ്ങളും ചേർന്ന് അവിടെ വെച്ച് ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്ത് ഉണ്ടായതാണ് ഈ ആരവല്ലി പർവ്വതനിരകൾ. പിന്നീട് കാലക്രമേണ അവ പല ഭൂഖണ്ഡങ്ങളായി മാറി നമ്മുടെ ഇന്ത്യ ഇന്ന് യൂറേഷ്യൻ പ്ലേറ്റുമായി ജോയിൻ ചെയ്തപ്പോൾ ഇന്ത്യയിലെ കൂടെ ആരവല്ലി പർവ്വതനിരകളും പോന്നു. ആ പർവ്വതനിരകൾ ഇന്ത്യയുടെ ക്ലൈമാറ്റ് സിസ്റ്റത്തിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം ചെറുതല്ല. കാര്യം ഈ പർവ്വതനിരകൾ, ആരവല്ലി പർവ്വതനിരകൾ ഗുജറാത്തിൽ നിന്നും തുടങ്ങി ഹരിയാന, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി വരെ ഏതാണ്ട് 650 മുതൽ 700 കിലോമീറ്റർ വരെ നീളത്തിൽ കിടക്കുന്ന ഒരു പർവ്വതനിരയാണ്. രാജസ്ഥാൻ നിന്നുള്ള ചൂട് കാറ്റ് അല്ലെങ്കിൽ മരുഭൂമിയുടെ മണൽ മറ്റ് സ്ഥലങ്ങളിലേക്ക്, വടക്കേ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്താതെ അതിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു ഡെസേർട്ട് എക്സ്പാൻഷൻ സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തത് ഈ ആരവല്ലി പർവ്വതനിരകളൊന്നും മാത്രമാണ്. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശവും ഒരു മരുഭൂമിയായി മാറിപ്പോയതിന്. വളരെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ക്ലൈമാറ്റ് സോണാണ് ഈ മരുഭൂമി. അത് ഒന്ന്. ഈ ചൂടുകാറ്റുകൾ തടഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മഴ ഉണ്ടാകുന്നു, അതുപോലുള്ള റിവർ ബെഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നത് ആരവല്ലി പർവ്വതനിരകളാണ്. പ്രധാനപ്പെട്ട നദികളായ ചമ്പൽ നദി, സബർമതി നദിയെല്ലാം അവരുടെ വാട്ടർ സോഴ്സായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ആരവല്ലി പർവ്വതനിരകളിലുള്ള അക്വിഫയേഴ്സിനെയാണ്. ഇതിൻ്റെ ഒരു നാച്ചുറൽ ഇൻഫ്ലുവൻസ്. ഇനി ചരിത്രപരമായി ഇന്ത്യയിലുള്ള പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആരവല്ലി പർവ്വതനിരകളിൽ നിന്നുള്ള മാർബിളും ഗ്രാനൈറ്റും ഒക്കെ കൊണ്ടാണ്. താജ്മഹൽ എൻറ്റയർലി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആരവല്ലിയിൽ നിന്നുള്ള മാർബിളുകൾ കൊണ്ടാണ്. അങ്ങനെ കാലാകാലങ്ങളായി ആരവല്ലിയിൽ മൈനിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 1960 തൊട്ടാണ് വളരെ റാമ്പൻ്റായിട്ടൊരു മൈനിങ് ആരവല്ലിയിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു മൗണ്ടൻ റേഞ്ച്, ഈ മൈനിങ് നടക്കുന്നതിനോടൊപ്പം നമ്മൾ പറയേണ്ട വേറൊരു കാര്യം, അവിടെ ഉള്ള മിനറൽസിൻ്റെ ഒരു സോഴ്സാണ് കോപ്പർ, സിങ്ക്, അറ്റോമിക് മിനറൽസ്. അങ്ങനെ വളരെ ലാർജ് വെറൈറ്റിയിലുള്ള മിനറൽസിൻ്റെ ഒരു ഡെപ്പോസിറ്റുള്ള സ്ഥലമാണ് ആരവല്ലി പർവ്വതനിരകൾ. അത് 200 കോടി വർഷത്തെ പഴക്കം കൊണ്ട് ഒരുപാട് ജിയോളജിക്കൽ ആക്ടിവിറ്റി അവിടെ നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും മിനറൽ ഡെപ്പോസിറ്റുകൾ അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മലനിരകൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ. 100 മീറ്ററിന് താഴെയുള്ള ഒന്നും തന്നെയും ആരവല്ലി പർവ്വതനിരകളിലെ അല്ല എന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. അത് സുപ്രീം കോടതി വിധിച്ചതല്ല, അതൊരു കമ്മിറ്റിയിലെ പഠന റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചാണ്. നമ്മളതിൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ലീഗൽ ബാറ്റിൽ, ഇതിൻ്റെ കേസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണ് ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതിനുള്ള കാര്യം വരുന്നത്. നമുക്കതിലേക്ക് പോകാം. ഇതിൻ്റെ ശരിക്കും ഒരു ലീഗൽ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1990-ലാണ്. തരുൺ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടുത്തെ ഒരു NGO ബേസ് ചെയ്ത് സരിസ്ക നാഷണൽ പാർക്കിന് ചുറ്റുപാടുമുള്ള മൈനിങ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലൊരു കേസ് കൊടുക്കുന്നു. അന്ന് കോടതി ആ കേസ് പ്രൊട്ടക്ഷൻ അനുകൂലമായിട്ട് വിധിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ മൈനിങ് പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ കൊടുക്കുന്നു. തൊട്ടടുത്ത വർഷം 92-ൽ അന്നത്തെ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുന്നു. ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൻ്റെ ആൾവാർ, ഗുർഗോൺ ഡിസ്ട്രിക്റ്റുകളിൽ എൻറ്റയർലി മൈനിങ് ബാൻ ചെയ്യുന്നു. ഇലക്ട്രിക് ലൈൻ വലിക്കാൻ പോലും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണമെന്നുള്ള രീതിയിൽ. അപ്പോഴും ഗവൺമെൻറ് എൻറ്റയർ ആരവല്ലി
റീജിയനെ പറ്റി ഒന്നും തന്നെയും പറയുന്നില്ല. ഏത് വിഷയത്തിലാണോ കേസ് പോയത് ആ സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്നൊക്കെ ആരവല്ലി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ മാപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു സർവേ ഒന്നും നടന്നിട്ടില്ല. പലപ്പോഴും കുന്നിൻ ചെരുവിലുള്ള ആ സ്ഥലം കൾട്ടിവേറ്റബിൾ ലാൻഡ് അല്ലെങ്കിൽ ഹിൽ ലാൻഡ് അങ്ങനെയൊക്കെയുള്ളൊരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഫോറസ്റ്റ്, ഇങ്ങനെ ഒരു ഡെഫിനിഷനിലേക്കാണ് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ആരവല്ലി പർവ്വതനിരകൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ കാലം കുറേ കടന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് മൈനിങ് ഒക്കെ വളരെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഈ മൈനിങ്ങിനായിട്ട് പലപ്പോഴും വന്ന ഉത്തരവുകൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്ന ഏതെങ്കിലും ഡിസ്ട്രിക്റ്റുകൾ ഫോക്കസ് ചെയ്ത് മാത്രമായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ ബ്ലാങ്കറ്റ് മൈനിങ് ബാൻ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2002 സുപ്രീം കോടതി ഈ കേസ് വീണ്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്തപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി വളരെ റാമ്പൻ്റായിട്ടൊരു മൈനിങ് നടന്നിട്ടുണ്ട്, വലിയ രീതിയിലുള്ള എക്കോളജിക്കൽ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ കോടതി ഡൽഹി ഹരിയാന ഭാഗത്തുള്ള 5 കിലോമീറ്റർ ബോർഡർ റേഡിയസുള്ള 5 കിലോമീറ്റർ റേഡിയസുള്ള ഭാഗത്തൊന്നും മൈനിങ് പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് കൊടുക്കുന്നു. 2004 കോടതി വീണ്ടും, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പല ലിറ്റിഗേഷൻസും വരുന്നുണ്ട്. 2004 വീണ്ടും കോടതി, അന്ന് YK സവർവാളായിരുന്നു ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം പറഞ്ഞത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് ആരവല്ലി ഹിൽസ്, നമ്മൾ എന്തുകൊണ്ടും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ മൈനിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് മോണിറ്ററിങ് ഉണ്ടെങ്കിൽ മാത്രം മൈനിങ് നടത്തുക, കൃത്യമായ പ്ലാനോടുകൂടി മാത്രം മൈനിങ് നടത്തുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഓർഡർ കൊടുക്കുന്നു. ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും വന്നിട്ടുള്ള ഈ ഓർഡേഴ്സ് ഒരു പ്രത്യേക റീജിയൻ അല്ലെങ്കിൽ ഏരിയ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. 2009 വീണ്ടും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതി ബെഞ്ച് ഒരു ജഡ്ജിമെൻറ്റ് കൊടുക്കുന്നു. അതായത് ഈ ആരവല്ലി ഹിൽസിലുള്ള മൈനിങ് ഒരു പോയിൻ്റ് ഓഫ് നോ റിട്ടേണിലേക്ക് പോയിക്കുവാണ്. അങ്ങനെ പോയിൻ്റ് ഓഫ് നോ റിട്ടേണിൽ പോയത് കൊണ്ട് തന്നെ ഇവിടെ മൈനിങ് എൻറ്റയർലി ബാൻ ചെയ്യുവാണ്. ഇവിടെ എൻറ്റയർ ആരവല്ലി റേഞ്ചസിലല്ല, ഹരിയാന ഡൽഹി പ്രദേശങ്ങളിൽ വരുന്നിടത്തെല്ലാം മൈനിങ് എൻറ്റയർലി ബാൻ ചെയ്യുവാണെന്നുള്ളത്. അപ്പോഴും രാജസ്ഥാൻ മൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധികളെല്ലാം വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കേസുകൾ കൂടെ ഈ വിധികളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് 1985 MC മെഹത്ത ഫയൽ ചെയ്ത ഓലിയം ഗ്യാസ് ലീക്ക് കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ശ്രീറാം ഇൻഡസ്ട്രീസിനെതിരെ ഫയൽ ചെയ്തൊരു കേസാണ്. ആ കേസ് അന്ന് അനുകൂലമായിട്ട് വിധി വന്നിരുന്നു. പക്ഷേ പിന്നീട് പല അമെൻമെൻറ്റും ലിറ്റിഗേഷൻസും ഒക്കെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വന്ന് പലപ്പോഴും ആ കേസ് ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രസിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഗോദവർമ്മൻ തിരുമുൽപ്പാട് എന്ന് പറയുന്ന TN ഗോദവർമ്മൻ തിരുമുൽപ്പാട് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഗ്രീൻ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വനവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവന്ന ഒരാളാണ് ഈ തിരുമുൽപ്പാട്. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് വരുന്നു. അദ്ദേഹം 96 തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിൽ നിന്നും ചന്ദന കള്ളക്കടത്തിനെതിരെ ഫയൽ ചെയ്ത ഒരു കേസാണ്. ആ കേസ് പിന്നീട് അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നു. എഗെയിൻ പല ജഡ്ജിമെൻറ്റുകൾ വരുന്നു. ലാൻഡ്മാർക്ക് ഒരു ജഡ്ജിമെൻറ്റ് ആദ്യമേ ആ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ത്യയിൽ ഒരു കാട്, ഫോറസ്റ്റ്, വനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സുപ്രീം കോടതി കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തത് ആ കേസിലാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു വനമേഖലയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല വിത്തൗട്ട് സെൻട്രൽ അപ്രൂവൽ. അപ്പോൾ കൃത്യമായ വനം എന്താണെന്നൊരു ഡെഫിനിഷൻ വന്നത് ആ കേസിലാണ്. അത് പിന്നീട് ഒരുപാട് ക്ലൈമറ്റ് റിലേറ്റഡ് കേസുകൾ അല്ലെങ്കിൽ ഇതുപോലെ നേച്ചർ റിലേറ്റഡ് കേസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കേസും ഈ നാൾ വഴികളിൽ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഇത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഈ കേസുകളുടെ ഭാഗമായി വന്നിട്ടുണ്ടായിരുന്നു. 2010 സുപ്രീം കോടതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നിങ്ങളൊരു സർവേ കണ്ടക്ട് ചെയ്യണം. ആ സർവേ കണ്ടക്ട് ചെയ്തിട്ട് കോടതിക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു. ആ സർവേയിൽ അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു സർവേയാണ് അവരന്ന് കണ്ടക്ട് ചെയ്തത്. അവരന്ന് എക്കോളജിക്കൽ സോൺസ് എല്ലാം മാർക്ക് ചെയ്യുന്നു. 12,000 ഹിൽസ് രാജസ്ഥാൻ്റെ സൈഡിൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓരോ ഹില്ലുകളുടെയും ഹൈറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അന്ന് ഏതാണ്ട് 1000 ഹില്ലോ മറ്റമാണ് 100 മീറ്ററിന് മേലെ പൊക്കമുള്ളതായി ഐഡൻറ്റിഫൈ ചെയ്തത്. ബാക്കിയുള്ള ഹില്ലുകളൊന്നും 100 മീറ്ററിൽ പൊക്കമില്ല. പക്ഷേ അന്ന് ഒരു 100 മീറ്റർ എന്നുള്ള ഒരു എലമെൻ്റ് വെച്ചിട്ടല്ല ആരവല്ലി പർവ്വതനിരകൾ അളന്നത്. പകരം അതിൻ്റെ സ്ലോപ്സ്, അതിൻ്റെ ഒരു എക്കോളജിക്കൽ എക്കോസിസ്റ്റം ഇതൊക്കെ വെച്ചിട്ടാണ്. കാരണം ഏതാണ്ട് 200ഓളം
തരത്തിലുള്ള പക്ഷിമൃഗാദികൾ ഈ ആരവല്ലി പർവ്വതനിരകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വച്ചിട്ടാണ് അന്ന് വളരെ സമഗ്രമായ രീതിയിൽ ഒരു റിപ്പോർട്ട് പിന്നെ കോടതിക്ക് മുന്നിൽ FSI സബ്മിറ്റ് ചെയ്തത്. പിന്നീടും കാലങ്ങൾ കടന്നുപോയി, മൈനിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലത്തും പല സമയത്തും പെറ്റീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും കൃത്യമായി എന്താണ് എൻ്റെയർ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ജനുവരി 2024 വീണ്ടും ഈ കേസ് പിന്നെ കോടതിയുടെ മുന്നിൽ വരുന്നു. അത്തവണ ഗോദവർമ്മൻ കേസിൻ്റെ പിന്നെ വാദം കേൾക്കുന്ന സമയത്താണ് കോടതി വരുന്നത്. ഈ ഗോദവർമ്മൻ കേസ് 96 അദ്ദേഹം ഫയൽ ചെയ്ത കേസിന് മാൻഡമസ് എന്നാണ്, ഒരു കണ്ടിന്യൂയിങ് മാൻഡമസ് എന്നാണ് ലീഗൽ എക്സ്പേർട്സ് പറയുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടുകളിൽ ഒരു റിട്ടാണ് മാൻഡമസ്. ഉയർന്ന കോടതി താഴ്ന്ന കോടതിയോടോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരോടോ ഒരു കൃത്യം നിർവഹിക്കാനായി ആവശ്യപ്പെടുന്നതിനാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഹേബിയസ് കോർപ്പസ്, സെറിറ്ററി, പ്രൊഹിബിഷൻ, അങ്ങനെ 3 റിട്ടുകളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ വാദം നടക്കുവാണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൻ്റെ കാര്യത്തിൽ തന്നെ. അപ്പോൾ അവിടെ വന്ന ഒരു വിഷയം, എന്താണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്? അത് ആദ്യമായാണ് കോടതിയിൽ അന്ന് അത് ഉന്നയിക്കപ്പെട്ടത്, അത്തരം ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്? ഈ ഏരിയ ആരവല്ലിയുടെ ഭാഗമാണോ, ഇത് ആരവല്ലിയുടെ ഭാഗമാണോ എന്നുള്ളൊരു ഡിസ്കഷൻ പോയിന്റ് വന്നു. അപ്പോൾ അതുവരെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഉടനെ തന്നെ കോടതി ഇതിന് മുമ്പുള്ള പല ഡീറ്റെയിൽസ് എടുത്ത് നോക്കി, പലപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടില്ല. 2006 റിച്ചാർഡ് മർഫിയുടെ ഒരു ഡെഫിനിഷൻ, ജിയോളജിസ്റ്റായ റിച്ചാർഡ് മർഫിയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ച് രാജസ്ഥാൻ 100 മീറ്റർ ഹൈറ്റുള്ള, അതിന് മേലെ ഹൈറ്റുള്ള പീക്കുകളെല്ലാം ആരവല്ലിയുടെ ഭാഗമാണ്, അവരുടെ ഏരിയയിലുള്ള ആരവല്ലിയുടെ ഭാഗമാണെന്ന് കരുതി പോന്നിരുന്നു. അപ്പോൾ പിന്നീട് 2010 സുപ്രീം കോടതി പറഞ്ഞു അത് രാജസ്ഥാനെ മാത്രം ഡെഫിനിഷനാണ്, അത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് സർവേ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. അതല്ലാതെ ഗുജറാത്തിനോ പിന്നെ ഡൽഹിക്കോ ഹരിയാനയ്ക്കോ ഒന്നും ഒരു പ്രോപ്പർ ഡെഫിനിഷനും ഇല്ല. അപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്, അദ്ദേഹം പറയുന്നു ഇത് പറ്റത്തില്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ വേണം. അങ്ങനെ ഒരു സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, CEC. ഈ കമ്മിറ്റിയിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്ട്രി, സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു സെക്രട്ടറി ഇൻവോൾവ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റുകളുടെ ഫോറസ്ട്രി മിനിസ്ട്രിയുടെ ഒരു സെക്രട്ടറി ഇൻവോൾവ് ചെയ്യുന്നു. ഈ പിന്നെ പല പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള ബാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കോടതി അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങളിത് ക്ലിയറായി പഠിച്ചതിന് ശേഷം കോടതിക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ റിപ്പോർട്ട് നോക്കിയിട്ട് കോടതി അടുത്ത തീരുമാനം എടുക്കുന്നു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇത് നടക്കുന്നത്. അവർ ആ ടീം ഇതിൻ്റെ പഠനം ആരംഭിക്കുന്നു. അവരിതിൻ്റെ പിന്നെ പല ഏരിയാസുമൊക്കെ പഠിച്ചതിന് ശേഷം അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടാണ് കോടതി അംഗീകരിച്ചത്. അപ്പോൾ കോടതിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇത്തവണ ഈ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ. ഒന്നുകിൽ 2010 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സബ്മിറ്റ് ചെയ്ത സർവേ അംഗീകരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഈ CEC സബ്മിറ്റ് ചെയ്ത സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത പുതിയ റിപ്പോർട്ട് അംഗീകരിക്കുക. ഈ പുതിയ റിപ്പോർട്ടിലാണ് 100 മീറ്ററിൽ മുകളിലുള്ള പീക്കുകളെല്ലാം ആരവല്ലിയാണ്. അതുപോലെ തന്നെ 100 മീറ്റർ പിന്നെ പീക്കുകളുടെ ഇടയിൽ വരുന്ന റേഞ്ച് കംപ്ലീറ്റ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ്, റെസ്പെക്റ്റീവ് ഓഫ് ദെയർ ഹൈറ്റ് എന്നുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ കോടതിയുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടാണ് നവംബർ 20 BR ഗവായി ചീഫ് ജസ്റ്റിസ് അംഗീകരിച്ച് ഉത്തരവിട്ടത്. അപ്പോൾ തന്നെ അമിക്കസ് ക്യൂറിയായ K പരമേശ്വർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കമ്മിറ്റി, ഈ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2010 നടന്ന സർവേ പിന്നെ കണക്കിലെടുത്തുകൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാമായിരുന്നു. അതിനകത്തൊരു ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് അത് കൺസിഡർ ചെയ്തില്ല എന്നുള്ളത്. അതിനെ റെസ്പോൺസായിട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത്, ആ ഒരു ഡെഫിനിഷൻ അന്ന് 2010 ഡെഫിനേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ് എക്സ്ക്ലൂഡ് ആവും, അതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അന്ന് പറഞ്ഞത്, ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. പക്ഷേ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഇല്ല. എന്തുകൊണ്ടാണ് 100 മീറ്റർ സെലക്ട് ചെയ്തു എന്നുള്ളതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ ഇല്ല. 100 മീറ്ററാണ് എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. പലപ്പോഴും കോടതിയിൽ വിദഗ്ധ സമിതികളിൽ നിന്നും വരുന്ന റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണ് പതിവ്. കാര്യം കോടതിക്ക് നേരിട്ടിറങ്ങിയത് നോക്കാൻ സാധിക്കില്ല. അപ്പോൾ വിദഗ്ധർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണ് ജനറൽ കൺസെൻസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ഇത് കഴിഞ്ഞു വന്ന പിന്നെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകളുടെ ഒരു നമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ്. കാരണം ഡെവിൾ ഈസ് ഓൾവേസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്നാണല്ലോ. കാരണം ഈ ഡെഫിനിഷൻ അനുസരിച്ച് രാജസ്ഥാനിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 12,000-ഓളം ഹിൽസ് ഉള്ളിടത്ത് ഏതാണ്ട് 1,000-ഓളം ഹില്ല് മാത്രമേ 100 മീറ്റർ മുകളിലുള്ളൂ.
ബാക്കിയെല്ലാം 100 മീറ്ററിന് താഴെയാണ്. അപ്പോൾ അതെല്ലാം മൈനിങ്ങിൻ്റെ പരിധിയിൽ വരും. കാലാകാലങ്ങളായി മൈനിങ് മാഫിയ ഉപയോഗിച്ചിട്ട് വന്നിരുന്ന ഒരു ലൂപ്പ് ഹോൾ ഇതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുക, ഇവിടെ ഇത് ആരവല്ലിയുടെ ഭാഗമല്ല എന്ന് പറയുക, എന്നിട്ട് അവിടെ മൈൻ ചെയ്യുക, പിന്നീട് അത് കേസിന് പോകുമ്പോഴത്തേക്കും അത് കേസിനെ കോടതിയിൽ ഡീൽ ചെയ്യുക എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് തത്തുല്യമായ രീതിയിലാണ് ഇപ്പോഴുള്ള കാര്യവും നടക്കുന്നത്. ഇനി അവർക്കത് നിർബാധം കണ്ടിന്യൂ ചെയ്യാം. 100 മീറ്ററിൻ്റെ പീക്കിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സയൻറ്റിഫിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മിനറൽ ഡെപ്പോസിറ്റുകളെല്ലാം ഏറ്റവും റിച്ച് ആയിരിക്കുന്നത് ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചിൻ്റെ ഫുഡ് ഫോൾസിലാണ്. ഏറ്റവും മുകളിലല്ല മിനറൽ ഡെപ്പോസിറ്റ്, ഇതിൻ്റെ ഫുഡ് ഫോൾസിലാണ്. അപ്പോൾ അത്രയും ചെറിയ ഭാഗങ്ങൾ മൈനിങ്ങിന് ഓപ്പൺ ആയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൈനേഴ്സിന് എന്താണോ വേണ്ടത് അതാണ് ഈ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അവർക്ക് അത് പോയി മൈൻ ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഇനി 3 സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ആശങ്കാജനകമായ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം കഴിഞ്ഞ 10-40 വർഷം കൊണ്ട് എങ്ങനെയാണോ മൈൻ ചെയ്ത് ആരവല്ലീസിന് ഒരു കുറേ റീജിയൻസ് ഇല്ലാതായി പോയത്, അതുപോലെ ബാക്കി റീജിയൻസും ഇല്ലാതെയാവും. കാര്യം ചുറ്റുമുള്ള അർബനൈസേഷൻ അത്രയും വലുതാണ്. ഗുർഗോണിലും ഹരിയാനയിലും ഡൽഹിയിലും എല്ലാം റാപ്പിഡ്ലി ഡെവലപ്മെൻറ്റ് നടക്കുവാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അതിനുള്ള സാധനങ്ങളും മൈനിങ് മറ്റു പരിപാടികളൊക്കെ വേണം. അതെല്ലാം ഇവിടെ നിന്ന് പോകും. രാജസ്ഥാനിലെ വലിയൊരു ശതമാനം മിനറൽ എക്സ്ട്രാക്ഷൻ റവന്യൂ വരുന്നത് ആരവല്ലിയിൽ നിന്നുള്ള മൈനിങ്ങിൽ നിന്നാണ്. ഏതാണ്ട് 5 ലക്ഷം ആളുകൾ ഈ മൈനിങ്ങുമായി ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും ഒരു ബ്ലാങ്കറ്റ് ബാൻ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൊണ്ടുവരാത്തത്. അപ്പോൾ കാലക്രമേണ ഒരു 10-50 വർഷം കൊണ്ട് ആരവല്ലി മൗണ്ടൻ റേഞ്ചസിനെ പൂർണ്ണമായും ഇടിച്ചില്ലാതെയാക്കുന്ന പേരിന് വേണ്ടി മാത്രം കുറച്ച് മലനിരകളുള്ള ഒരു റേഞ്ചസ് ആയത് മാറും എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരാനായിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് പ്ലാൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഒരു പ്രോപ്പർ സസ്റ്റൈനബിൾ മൈനിങ് മാനേജ്മെൻറ്റ് പ്ലാൻ അത് കിട്ടിയതിന് ശേഷം അത് പഠിച്ച് അതിനനുസരിച്ച് മാത്രം മൈനിങ് നടത്തുന്നു. അതാണ് മറ്റൊരു സാധ്യത. ഇത് എന്തുമാത്രം എഫക്റ്റീവായി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. കാര്യം കഴിഞ്ഞ 25 വർഷമായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്നൊരു 25 വർഷം നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂഢത്തരമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ലീഗൽ റിവേഴ്സലാണ്. അതായത് ഈ പബ്ലിക് ഔട്ട്ക്രൈ കണ്ടിട്ട് വീണ്ടും ഒരു അപ്പീൽ പെറ്റീഷൻ പോകുന്നു. അപ്പീൽ പെറ്റീഷനിൽ ഇത് തെറ്റായിട്ടുള്ള ഒരു നിർവചനമാണ്. ഈ നിർവചനം 100 മീറ്ററിൻ്റെ സ്ലോപ്പിൽ മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആരവല്ലീസ് എന്ന് മനസ്സിലാക്കി ഒരു ലാർജർ എക്കോസിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുള്ളൊരു ഡെഫിനിഷൻ വേണം എന്ന് പറഞ്ഞ് ഒരു ലീഗൽ അപ്പീൽ പോവുകയും ആ അപ്പീൽ കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ 3 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് ആരവല്ലി പർവ്വതനിരകളുടെ ഇമ്പോർട്ടൻസും അവയുടെ ഒരു ലീഗൽ കേസിൻ്റെ നാൾവഴികളും എല്ലാം. എത്രയോ വർഷം 200 കോടി വർഷം ഭൂമുഖത്ത് നിന്നിരുന്ന ഒരു പർവ്വതനിരകളാണ്. ആധുനിക മനുഷ്യൻ്റെ മുന്നിൽ മീറ്ററിൻ്റെയും മില്ലിമീറ്ററിൻ്റെയും കണക്ക് പറഞ്ഞ് ഇനി എത്ര വർഷം കൂടെ ആ പർവ്വതനിരകൾ അവിടെ ഉണ്ടാവും. നമ്മുടെ ഒരു മലയാളത്തിലൊരു കവിതയുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ചോദിച്ചിട്ട്. ആ വരികൾ കൃത്യമായി പറയുന്ന പോലെയാണ് ഇത്തരം മൈനിങ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. ആ പർവ്വതനിരകൾ അവിടെ പോയി കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അതിഭീകരമായിരിക്കും. നമ്മൾ എത്ര സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൈനിങ് ആണെന്ന് പറഞ്ഞാൽ കൂടിയും കാലാവസ്ഥയും മനുഷ്യൻ്റെ ജീവിതവും പ്രകൃതിയും ഒക്കെ ആയിരിക്കണം നമുക്ക് ഏറ്റവും മുൻഗണനയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും ആരവല്ലി പർവ്വതനിരകളുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.